വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി ദൈവവചനം പങ്കുവയ്ക്കുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചു. തിരുവെഴുത്ത് അറിയുന്നത് എത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് ആത്മീയ ജീവിതത്തിൽ അനേകരും വളരുന്നില്ല. അവർക്ക് ക്രിസ്ത്യാനിരൂപരായി തീരണമെന്നുള്ള ആ ഒരു ദർശനം പോലും നഷ്ടപ്പെടുത്തി ജീവിക്കുക. എല്ലാ ദൈവമക്കളും, വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ദൈവവചനം ധ്യാനിക്കണം. അങ്ങനെ ഒരു ശീലം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതത്തിൽ വളരാൻ കഴിയൂ. നമ്മൾ ഒരു കാര്യം പലപ്പോഴും ചിന്തിക്കുന്നത് എന്തുവാ, ഞങ്ങൾ ഫാമിലി പ്രയർ ഉണ്ട്, പിന്നെ സമയം കിട്ടിയാൽ വല്ലപ്പോഴുമൊക്കെ ദൈവവചനം വായിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ചെറിയ ഒരു സംതൃപ്തിയിൽ ജനങ്ങളങ്ങ് ജീവിക്കുക. അവർ ആത്മീയരാണെന്ന് അവരുടെ ചിന്ത. എന്നാൽ നമുക്കൊരിക്കലും ഒരു ആത്മീയ ജീവിതത്തിൽ മുന്നേറാനോ ക്രിസ്ത്യാനിരൂപരായി തീരുവാനോ കഴിയില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ തിരുവചനത്തെ അതിൻ്റെ ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മളെപ്പോഴും നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന തിരുവചനത്തിലൂടെ തന്നെ തിരുവചനത്തെ വ്യാഖ്യാനിച്ച് അതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഇവിടെ ഇന്നലെ നമ്മൾ കണ്ടത് എന്തുവാ, ദൈവത്തിൻ്റെ നമുക്ക് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ലഭിച്ച ഒന്നാമത്തെ ദാനം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആത്മാവ് ചെയ്യുന്ന 4 കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്നു. വചനം അത് ഗ്രഹിക്കുവാനായിട്ടുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. നമ്മൾ ആത്മാവിൽ കേൾക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്കത് ശരിയായിട്ട് ഗ്രഹിക്കാൻ കഴിയൂ. അപ്പോൾ നിങ്ങൾ ആ വിഷയം മനസ്സിലാക്കി കാണും. അത് നിങ്ങൾ ഒന്നുകൂടെ ആഴമായിട്ട് അത് അനുഭവമാക്കി തുടങ്ങിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കേൾക്കുന്ന ദൈവവചനം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ മുമ്പിലല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റില്ലെങ്കിലും നിങ്ങളോട് തന്നെ ചോദിക്കുക, എങ്ങനെയാണ് നമ്മൾ ആത്മാവിലാകുന്നേ? ഓർമ്മയുണ്ടോ? കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ പറയണം. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വളരെ കൃത്യമായിട്ട് ഇടപെടും. നിങ്ങളത് കേട്ടവരെല്ലാവരും അതൊന്നും ചിലപ്പോൾ പരീക്ഷിച്ച് കാണുകയില്ല. എന്നാൽ വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ആത്മാവിലായിരുന്നുകൊണ്ട് ദൈവവചനം വായിക്കുക. ഇത് നമുക്ക് ബുദ്ധിയിൽ ഗ്രഹിച്ചിട്ട് അങ്ങനെ പ്രവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. ഇത് ആത്മീയ കാര്യങ്ങളാണ്, ആത്മീയ ജീവനാണ്. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം കൂടാതെ, ദൈവസഹായം കൂടാതെ, കർത്താവിനെ കൂടാതെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന എത്ര നല്ല കാര്യമാണെങ്കിലും അത് ദൈവസന്നിധിയിൽ ദൈവത്തിന് ഗ്രഹണയോഗ്യമല്ല. അത് പ്രത്യേകം നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് ദൈവത്തിന് അറപ്പാണെന്നൊരു വാക്യം ലൂക്കോസ് 16:15 അപ്പോൾ നമുക്ക് തോന്നിയതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് തോന്നുന്ന ഏറ്റവും നല്ലതും ദൈവത്തിനത് സുഗ്രാഹ്യമാകണമെന്ന് വരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ നമുക്ക് പരിശുദ്ധാത്മ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കാം. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന 3 പ്രവൃത്തികളെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുക. എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കണേ. എന്തൊക്കെ ചെയ്യുന്നത്? അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും
അവൻ ലോകത്തിന് ബോധം വരുത്തും. എന്നിട്ട് ആ 3 കാര്യങ്ങളെയും ഒന്നുകൂടെ വിശദമാക്കുന്ന വാക്യങ്ങളാണ് അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ. അതോടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഒന്നും കൂടെ എളുപ്പമുണ്ട്. ഞാൻ അതോടെ വായിക്കാം. അപ്പോൾ അവർ എന്നിലേക്ക് വിശ്വസിക്കാത്തതുകൊണ്ട് പാപത്തെക്കുറിച്ചും, അപ്പോൾ കർത്താവിലേക്ക് വിശ്വസിക്കാത്തതുകൊണ്ട് പാപത്തെക്കുറിച്ചും വളരെ ശ്രദ്ധിക്കണം. 10-ാം വാക്യം, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും ഇനിമേൽ നിങ്ങൾ എന്നെ കാണുകയും ചെയ്യാത്തതുകൊണ്ട് നീതിയെക്കുറിച്ചും. 11-ാം വാക്യം, ഈ ലോകത്തിന്റെ അധിപൻ ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. കണ്ടോ, ആ 3 കാര്യങ്ങളാണ് അതിൻ്റെ അടുത്തുള്ള വാക്യങ്ങളിൽ. അതിനെക്കുറിച്ച് ഒരു ചെറിയ വ്യാഖ്യാനം അവിടെ തന്നെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനടുത്തുള്ള വാക്യങ്ങളോട് വായിച്ച് നമ്മൾ ആ ധ്യാനിക്കുന്നത് എത്ര നല്ലതാണ്. അപ്പോൾ ഒന്ന്, ഇവിടെ നമുക്കറിയാം ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ ആദാമ്യ സന്തതികളും ആദാമ്യ സന്തതിയായിട്ട് ജനിച്ചവരാണെങ്കിൽ അവരിൽ പാപമുണ്ട്. കാരണം പാപം എങ്ങനെ വന്നേ? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം എല്ലാവരിലും പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നത്. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ എന്താണ്? പിന്നെ ആദാമിലൂടെ പാപം പ്രവേശിച്ചു. നീതി പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവാണ്. നമുക്കറിയാം 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പുമായി തീർന്നു. നീതി കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ ന്യായവിധി പാപത്തിന്റെ കാരണാഭൂതനും സ്രോതസ്സുമായ സാത്താന് വേണ്ടി ഉള്ളതാണ്. ന്യായവിധിയെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പാപത്തിന്റെ കാരണാഭൂതൻ നമുക്കറിയാം. പാപത്തിന്റെ കാരണാഭൂതൻ എന്ന് പറയുമ്പോഴത്തേക്കും പിശാചാണ് ഈ പാപത്തിന്റെ സ്രോതസ്. യഹൂദന്മാരുടെ കർത്താവ് പറഞ്ഞപ്പോൾ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവൻ ആദ്യം മുതൽ പാപം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പാപത്തിന്റെ ഉറവ എന്നുള്ളത് അത് പിശാചാണ്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് പിന്നെ ന്യായവിധി പാപത്തിന്റെ കാരണാഭൂതനും സ്രോതസ്സുമായ സാത്താന് വേണ്ടിയുള്ളതാണ്. ആദാമിൽ നാം പാപത്തിൽ നിന്നും ജനിച്ചു. പാപത്തിൽ നിന്നും മോചിതരാകുവാനുള്ള ഏക മാർഗം ദൈവപുത്രനായ ക്രിസ്തുവിലേക്ക് വിശ്വസിക്കുക എന്നതാണ്. വളരെ ശ്രദ്ധിക്കണം. പാപത്തിൽ നിന്നുള്ള മോചനത്തിന് ഒരേ ഒരു മാർഗം ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ 9-ാം വാക്യത്തിൽ വായിച്ചത്. അവരെ എന്നിലേക്ക് വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്. കർത്താവിലേക്ക് വിശ്വസിക്കുക. നമുക്കറിയാം യോഹന്നാൻ 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഞാൻ അങ്ങനെയുള്ളവരെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ ഞാൻ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാം. യോഹന്നാൻ 8-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ പാവങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് യഥാർത്ഥത്തിലുള്ള നമുക്കുള്ള രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നവൻ എന്നുള്ളത് വിശ്വസിച്ചില്ല എങ്കിൽ നമ്മൾ പാപത്തിൽ മരിക്കുമെന്ന. പാപത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ യഹൂദന്മാർ വലിയ വീറോടുകൂടിയാ പറഞ്ഞേ, ഞങ്ങള് പിന്നെ അടിമകളല്ല. അപ്പോഴും ഒരു അടിമയാ. കർത്താവോട് പറഞ്ഞു യോഹന്നാൻ 8:34. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയൊരു കാര്യം, നമുക്ക് ഈ പാപത്തിൽ നിന്നുള്ള നമുക്കുള്ള വിടുതൽ അത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം.
സകല മാനവരാശിക്ക് വേണ്ടി ഇതല്ലാതെ മറ്റൊരു രക്ഷിക്കപ്പെടുവാൻ, നീതീകരിക്കപ്പെടുവാൻ മറ്റൊരു മാർഗം ഇല്ല എന്ന് വേദപുസ്തകം വളരെ കൃത്യമായി പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ എങ്ങനെയാണ്? എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും ഇനിമേൽ നിങ്ങൾ എന്നെ കാണുകയും ചെയ്യാത്തത് കൊണ്ട് നീതിയെക്കുറിച്ച്, ഈ ലോകത്തിന്റെ അധിപൻ ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, നാം കർത്താവിലേക്ക് വരുമ്പോൾ അത് നമുക്ക് നീതിയായി ഭവിക്കുക. കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് നീതിയായി ഭവിക്കുന്നത്. നമ്മൾ റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. കണ്ടോ? കാരണം ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. പറയുന്നൊരു സാരം, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കുഴപ്പമില്ലാതെ അങ്ങ് എത്തിച്ചേരുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല ദൈവമക്കളെ. ഇന്ന് അനേകരും നല്ല നല്ല പ്രവർത്തികളിലൂടെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ചിന്തിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ അവരുടെ നല്ല പ്രവർത്തികൾ കൊണ്ട് അവർക്കൊരിക്കലും നീതിമാന്മാരായി തീരാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗം അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. ഇന്ന് എനിക്കറിയാം, നല്ല രീതിയിൽ ഈ ക്രിസ്തീയ മതത്തിൽ, ഞാൻ മതമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോമൻ കാത്തലിക്കോ അല്ലെങ്കിൽ യാക്കോബായ അല്ലെങ്കിൽ മാർത്തോമ, CSI, CNA ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളിൽ വളരെ നല്ല ആദർശപരമായ നല്ല ജീവിതം നയിക്കുന്നവരുണ്ട്. ഒരു നല്ല സോഷ്യൽ വർക്കേഴ്സ്, അവർ വളരെ നല്ല ഹെൽപ്പൊക്കെ ചെയ്യും, ഒരുപാട് നല്ല പ്രവർത്തികളൊക്കെ ചെയ്യും. പക്ഷെ അവർ ദൈവത്തിന്റെ വചനം അത് അനുസരിക്കത്തില്ല. അത് കേൾക്കാനോ കേട്ടനുസരിക്കാനോ മനസ്സ് വയ്ക്കാറില്ല. അത് വലിയൊരു വഞ്ചനയാണ് പിശാചിന്റെ. നമ്മളൊരു കാര്യം, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗമല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെ നമ്മൾ പോകുന്നത് വലിയ വിശ്വാസവഞ്ചനയാണ്. അത് വലിയൊരു പിശാചിന്റെ തട്ടിപ്പാണ്. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത്, റോമാലേഖനം 3:21, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. നോക്കുക ദൈവമക്കളെ, ന്യായപ്രമാണം കൂടാതെ അത് വെളിപ്പെടുത്തി ദൈവം. അപ്പോൾ നമുക്ക് ഈ അതേ കാര്യം തന്നെ അതിന്റെ റോമർ 4-ാം അധ്യായം അതിന്റെ 24-25 വാക്യം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായും ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. സ്തോത്രം. മനസ്സിലാക്കണേ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിയുക എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, പരിശുദ്ധാത്മാവ് ഈ കാര്യം നമുക്ക് വെളിപ്പെടുത്തരും. അപ്പോൾ ആദാമിലുള്ള പാപത്തെക്കുറിച്ച് അനുദപിക്കാതെയും ദൈവപുത്രനായ ക്രിസ്തുവിലേക്കുള്ള വിശ്വാസം ഇല്ലാതെയും ഇരുന്നാൽ പാപത്തിൽ തന്നെ തുടരുകയും നിത്യതയോളം സാത്താനുള്ള ന്യായവിധിക്ക് നാം ഓഹരിക്കാരാകുകയും ചെയ്യും. അത് ഒരു ഭയങ്കര മുന്നറിയിപ്പാണ്. നമ്മള് കർത്താവ് പറയുന്ന ഒരു വാക്യം മത്തായി 25:41 നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ദൈവം ഒരിക്കലും നരകം ഒരുക്കിയത് മനുഷ്യന് വേണ്ടിയല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതാർക്ക് വേണ്ടിയാ?
പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. എന്നാൽ കർത്താവിനെ വിശ്വസിക്കാത്ത, ദൈവവചനം അനുസരിക്കാത്ത, ഈ അനുസരണക്കേട് ഉള്ള എല്ലാവർക്കും അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ പാപം അനുസരണക്കേടായിരുന്നല്ലോ. റോമർ 5:19 വായിക്കുന്നു. അപ്പോൾ ഇന്നും അതേ അനുസരണക്കേടാണെന്ന് ജനങ്ങളിലേക്ക് ഈ ശത്രു കുത്തിവെക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാല് നമ്മള് ലോകത്തിന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ഈ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വരുത്തുക എന്നതിന്റെ അർത്ഥം നമ്മളെ തന്നെ ശാസിക്കുവാൻ, നമ്മളെ തന്നെ അത് നമുക്ക് അതിന്റെ ആ തെറ്റുകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് പകർന്നു തരികയാണ്. അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒന്ന്, നമുക്ക് കർത്താവിനുള്ള വിശ്വാസം ഇല്ല എങ്കിൽ അവൻ പാപിയായി പാപത്തിൽ മരിച്ച് നിത്യാഗ്നിയിലേക്ക് പോകാനിടയാവും. എന്നാൽ കർത്താവിൽ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ നീതിമാന്മാരായി തീരും, നമ്മൾ നീതീകരിക്കപ്പെടും. അതിനുവേണ്ടിയാണ് പിതാവ് പുത്രനെ നൽകിയത്. ഈ ഒരു സത്യം എത്ര വലിയൊരു കാര്യമാണ്. പൗലോസ്ലീഹ പോലും പറയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം. പൗലോസ്ലീഹ വാസ്തവത്തിൽ വളരെ നീതിമാനായി ജീവിച്ച ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം. എന്നാൽ തന്റെ നീതി കൊണ്ട് തനിക്ക് ഒരിക്കലും സ്വർഗത്തിലെത്താൻ കഴിയില്ല എന്ന് തനിക്ക് കൃപയാൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് താൻ പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വയനീതിയല്ല. അത് നോക്കണേ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും. കണ്ടോ, എത്ര ഗഹനമാ വാക്യപ്രയോഗം. അപ്പോൾ താൻ തന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. അതിനു മുൻപ് ആ 3-ാം അധ്യായത്തിൽ തന്നെ 4-5 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്റെ പഴയ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള അനേക വിശിഷ്ട ഗുണങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ. എന്നാൽ തന്റെ ഈ അവസ്ഥയിലും തനിക്ക് സ്വർഗരാജ്യ പ്രവേശനമില്ല എന്ന് തനിക്ക് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് ഈ 9-ാം വാക്യത്തിൽ താൻ പറഞ്ഞത്, എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ വസിക്കുവാൻ. ഉണ്ടോ? അതാ പ്രിയമുള്ളവരെ, നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും നീതീകരിക്കപ്പെടാൻ കഴിയില്ല. നാം നീതിമാന്മാരായി സ്വർഗം നമ്മളെ കൈക്കൊള്ളുകയില്ല. ലോകത്തിൽ എത്ര പരമഭക്തനായിട്ട് ജീവിച്ചാലും ആ വ്യക്തിക്ക് ഒരിക്കലും ദൈവസേനയിൽ പോയി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മള് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്ന ആ വാക്യം വളരെ വിലപ്പെട്ട ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എത്ര ഭയങ്കര വാക്യങ്ങളല്ലേ, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് പാപമാക്കപ്പെട്ടു എന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യം എല്ലാ വിശുദ്ധന്മാരും തിരിച്ചറിയണം. അവിടുന്ന് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ നീതി. നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന് 30-ാം വാക്യം വളരെ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വാക്യം തന്നെയാണ് ആ വാക്യം. അതിന്റെ 30-ാം വാക്യം, പിന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു,
അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നോക്കണം, നമ്മൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് നിശ്ചയമായും ദൈവത്തിന്റെ കൃപയാണ്. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ പിതാവ് ക്രിസ്തുവിലാക്കി വയ്ക്കുക. അങ്ങനെ ഈ കർത്താവ് നമുക്ക് എന്തൊക്കെയായി തീർന്നു? അവിടുന്ന് നമുക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അങ്ങനെയുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ചഞ്ചലചിത്തനാകാതെ ധൈര്യമായിട്ട് കർത്താവിന്റെ വരവിൽ ഞാനും കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയാനായിട്ട് കഴിയുന്നത്. ദൈവമക്കളെ, ഇതെത്ര വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് പാപബോധം പോലും വരുത്തുന്നത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ലേ. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ പത്രോസ് നിന്ന് പ്രസംഗിച്ചപ്പോൾ ഇത് കേട്ട ജനം അവർക്ക് പാപബോധമുണ്ടായി. അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് എന്ത് ചെയ്തു? അവർക്ക് പാപബോധം വരുത്തി. എങ്ങനെ ഇനി ഞങ്ങൾക്ക് ഈ പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടാം, എങ്ങനെ പാപമോചനം പ്രാപിക്കാം എന്ന് അറിയുവാനുള്ള ഒരു വലിയ ത്വര അവരിലുണ്ടായി. അതാ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അന്ന് പത്രോസ് ഒരൊറ്റ പ്രസംഗത്തില് ഏകദേശം 3000 പേര് രക്ഷിക്കപ്പെടാനിടയായെന്നല്ലേ നമ്മളോട് വായിക്കുന്നേ. ഇന്ന് 3000 പ്രസംഗം പ്രസംഗിച്ചാൽ ഒരെണ്ണം രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ പാപത്തിന്റെ പ്രസരം വർദ്ധിച്ചിരിക്കുക. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അവധിക്കൊക്കെ നാട്ടിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനിലിരുന്ന് വചനം പറയുമ്പോൾ തന്നെ ജനങ്ങൾ അവിടെ മുഴങ്കാൽ മടക്കിയിട്ട് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമായിരുന്നു. 84-85 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഒരു വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഈ മൊബൈലും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ജനങ്ങൾക്ക് സുവിശേഷത്തോട് യാതൊരു താല്പര്യവുമില്ല. ഇന്ന് എവിടെ നോക്കിയാലും പാവം അതുപോലെ പെരുകി. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നോഹയുടെ കാലത്തെയും അതിക്രമിച്ചുകൊണ്ടുള്ള ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് സമയവും കർത്താവ് വരും. നമ്മൾ എടുക്കപ്പെടുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് സംഭവിക്കുന്ന തലമുറയാകുന്നു എന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും പ്രാപിച്ച ആത്മാവുള്ള ക്രിസ്തുവിന്റെ ആത്മാവുള്ള എല്ലാവരും ഈ ആത്മാവിനാൽ നമുക്ക് വരുത്തുന്ന പാപബോധം ഇന്ന് അനേർക്കും അവരുടെ ജീവിതത്തിൽ ആത്മാവിനൊരു ഇടപെടൽ പോലും കാണുന്നില്ല. നമുക്കറിയാം, ഒരു പൂച്ച എലിയെ കൊന്നാലും പൂച്ച വളരെ ശാന്തമായി പോയി കിടന്നുറങ്ങും. എന്നാൽ ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ഒരിക്കലും ശാന്തമായിരിക്കാൻ പറ്റില്ല. കാരണം അവന്റെ കോൺഷ്യസ് അവനെ ദോഷിയാണ്, പാപിയാണെന്ന് വിധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ലോക മനുഷ്യനോട് ഇത്ര ഇടപെടുമെങ്കിൽ, പ്രിയമുള്ളവരെ, വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവത്തിനെതിരെ ഒരു പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഉടനെ തന്നെ ആ ഇൻഡിക്കേറ്റർ അത് അവന് ലഭിക്കും. അവന് ആ അവസ്ഥയിൽ തുടരാൻ കഴിയില്ല. ഉടനെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ശരിയായ നിലയിൽ ശരിക്കും ഒരു ആത്മീയനായി വീണ്ടും ജനിച്ച ഒരു ദൈവപൈതൽ ചെറിയ തെറ്റുകളെ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ ഉണർത്തും. അങ്ങനെ ഉണർത്തപ്പെടുന്ന ഒരു അനുഭവം. അതുകൊണ്ടാണ് നമുക്ക് ഡെയിലി 1 കൊരിന്ത്യർ 15:31 നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് പോലും പറയുന്നതുവാ, ഞാൻ ദിവസേന മരിക്കുന്നു. നമുക്ക് മരിക്കുവാനും മരിപ്പിക്കപ്പെടുവാനും മാനസാന്തരപ്പെടുവാനും എല്ലാം ഓരോ ദിവസവും ഇടയാകണം. അത് ഈ ആത്മാവിന്റെ ഇടപെടലാണ്. നമ്മളിൽ തെറ്റ് കാണുമ്പോൾ ഉടനെ നമുക്ക് അനുതാപം ഉണ്ടാവും, മാനസാന്തരം ഉണ്ടാവും, നമ്മൾ തെറ്റുകൾ ഏറ്റു പറയും. എന്നാൽ ഇന്ന് ഈ തലമുറയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അപൂർവമായി നടക്കത്തുള്ളൂ. അപ്പോൾ
ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് വചനം കേൾക്കുന്നതോട് ഇടപെടുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത്. ഒരു സംഭവം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 24:25 ഫെലിക്സ് രാജാവിനെ കുറിച്ച് പൗലോസ്ലീഹ അവിടെ ഇത് പറയുമ്പോൾ അതിന്റെ 24-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലാണ് ഞാൻ വായിക്കാം. സ്തോത്രം. 24-25. ഓക്കെ. എന്നാൽ അവൻ 24 വരെ വായിക്കാം. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫെലിക്സ് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്ന് പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുവിനുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. നോക്കണേ, ഇവിടെ വാസ്തവത്തിൽ തന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയായിരുന്നു. എന്നാൽ അവിടെ തനിക്ക് തന്നെ താഴ്ത്തുവാനോ സമർപ്പിക്കുവാനോ ദൈവത്തിന്റെ ആലോചന സ്വീകരിക്കുവാനോ താൻ തയ്യാറായില്ല. നോക്കണമേ, നല്ലൊരു അവസരം. ഇന്നങ്ങനെ എത്രയോ പേർക്ക് ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം അവസരം കൊടുക്കാറുണ്ട്. അതെ, നീയും വ്യക്തിപരമായി കർത്താവിന് വേണ്ടി നീ ഹൃദയം കൊടുത്തിട്ടില്ല, ഇപ്പോൾ നീ കൊടുക്ക് കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിക്ക്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാതെ പാരമ്പര്യവും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിത്യതയിൽ കാണുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവ് എത്രയോ പേരെ ഉണർത്താറുണ്ട്. പക്ഷെ അവരുടെ ചിന്ത എന്തുവാ? ഫെലിക്സിനെ പോലെ ഭയമാ, സ്ഥാനം പോകും, കസര തെറിക്കും, ലോകത്തിൻ്റെതായിരിക്കുന്ന ബഹുമാനങ്ങളൊക്കെ നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള പല ചിന്താഗതികളിൽ അവർ കുടുങ്ങിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ സത്യത്തെ ഫോളോ ചെയ്യുവാൻ, ഈ സത്യത്തെ സ്വീകരിക്കുവാൻ, അംഗീകരിക്കുവാൻ. ആ സമയത്ത് ഈ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വിധേയപ്പെടുമ്പോൾ നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന രക്ഷാനിർണയം, യഥാർത്ഥമായ വീണ്ടും ജനനത്തിന്റെ അനുഭവം, ക്രിസ്തുവിലായി ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്ന അനുഭവം നമുക്ക് പ്രാപിക്കുവാനിടയായിത്തീരും. വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് പകർന്നിരിക്കുന്നത് ഈ കാര്യത്തിലാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം നമുക്കുണ്ടാകണം. നമുക്കറിയാം, എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് തിരുവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലൂക്കോസ് 24:32 വാക്യത്തിൽ, ലൂക്കോസ് 24 അതിന്റെ 32 വാക്യം, ഞാനത് അതോടൊന്ന് വായിച്ചോട്ടെ. 24:32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതാ ഈ കത്തൽ എവിടുന്നാ ഉണ്ടാകുന്നേ? ഇതാ ആത്മാവിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്, ഒരു കത്തല്. അപ്പോൾ നമ്മൾ യഥാർത്ഥമായും ആ സമയത്ത് നമ്മൾ ദൈവസേനയിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ, സമർപ്പിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് വീണ്ടും ജനിക്കുവാനായിട്ട് ഇടയായിത്തീരും. വളരെ വിലപ്പെട്ട ഇത് ദൈവം നമ്മളെ സഹായിക്കുക. കർത്താവിന് കൈക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിനെ സാക്ഷിയാകുവാൻ, പാവമോചനം പ്രാപിച്ച് ഒരു ദൈവവചനായി തീരുവാൻ, ഒരു വിശുദ്ധനായി തീരുവാൻ, ഒരു ധീര്യമാനായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതാണെന്ന് പലരും മനസ്സിലാക്കാറില്ല. ദൈവത്തിന്റെ നമ്മളോടുള്ള ഇടപെടല അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ അവസരം എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, നമുക്ക് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നുണ്ടോ? അത് നമ്മൾ അറിയണം. ഇതിനെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് യഥാർത്ഥമായും ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ പാപക്ഷമയുടെ അനുഭവം പ്രാപിച്ച് ഞാൻ ഇന്ന് ക്രിസ്തുവിൽ ഞാൻ നീതിമാനാണ്, ഒരു വിശുദ്ധനാണ് എന്നുള്ള ഉറപ്പ് പ്രാപിച്ച് വരാനിരിക്കുന്ന ആ ശിക്ഷാവിധി എനിക്കില്ല.
കാരണം റോമർ 8:1 വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ക്രിസ്തു യേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ ന്യായവിധി ഉണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കൽ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണം. നമ്മൾ ശരീരത്തിൽ ഇരുന്ന് ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ, അത് പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് നിത്യാഗ്നിയിലേക്ക് വിടാനുള്ള ആ ശബ്ദം കേൾക്കാൻ വേണ്ടിയല്ല. അപ്പൊ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഇന്നും പരിശുദ്ധാത്മാവ് എന്നിൽ ഉണ്ടെന്നും ഈ ആത്മാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളെ, കുറവുകളെ എനിക്ക് ചൂണ്ടിക്കാണിക്കുകയും മാനസാന്തരപ്പെടുവാൻ ദൈവകൃപ എനിക്ക് തന്ന് ഓരോ ദിവസവും വിശുദ്ധിയിൽ നീതീകരിക്കപ്പെട്ടവനായി കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നു എന്നും നമ്മൾ ഉറപ്പുവരുത്തണം. ഇത് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഒരു ദൈവമക്കള് അങ്ങനെ നടത്തപ്പെടുന്ന ഒരു അനുഭവം വളരെ എത്ര നല്ല അനുഗ്രഹീതമായ കാര്യമാണ്. അതുകൊണ്ട് ഈ അനുഭവം പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ ആത്മാവ് ചെയ്യുന്ന 4 കാര്യങ്ങളിൽ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ദൈവത്തിന്റെ വചനത്തെ നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്നു, അതിന്റെ ശരിയായ അർത്ഥം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. 2, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം തരുന്നു. ബാക്കി 2 കാര്യങ്ങൾ കർത്താവ് അനുവദിച്ചാൽ, കർത്താവിന്റെ വരവ് താമസമുണ്ടായാൽ അടുത്ത ക്ലാസ്സിൽ, അടുത്ത ആഴ്ച വ്യാഴം വെള്ളി ആ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നു. സമയമായതുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.